ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇത് ഞാനൊരു നല്ലൊരു ടോപ്പിക്കുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ടർക്കി കോഴിയല്ലേ. അപ്പോൾ ടർക്കി കോഴിയെ പറ്റി എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളായിരിക്കാം, എന്നാലും ഇന്ന് എനിക്കറിയുന്ന കാര്യങ്ങളും കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. മെലിഗ്രേസ് എന്ന വർഗത്തിൽപ്പെട്ട പക്ഷികളാണ് കൽക്കം അഥവാ ടർക്കി പക്ഷി. കൽക്ക്, കളങ്കം, വാക്കോഴി എന്നിങ്ങനെ പേരുകളിലും അറിയപ്പെടുന്നു. കൊക്കിൻ്റെ അടിയിൽ നിന്ന് താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന താടി പോലെ തോന്നിക്കുന്ന മാംസളഭാഗം പൂവൻ ടർക്കിക്കോഴികളുടെ പ്രത്യേകതകളാണ്. സാധാരണ കോഴിയേക്കാൾ വലിപ്പവും കഴിക്കുന്ന ആഹാരം മുഴുവൻ ഇറച്ചിയാക്കാനുള്ള കഴിവുമുള്ള ഇവയുടെ രോഗപ്രതിരോധ ശേഷിയും കൂടുതലാണ്. 7 മാസം പ്രായമാകുമ്പോൾ തന്നെ 9 കിലോയോളം ഭാരമുണ്ടാകും. ഇവയെ മുട്ടയ്ക്കും ഇറച്ചിക്കും ചിലപ്പോൾ അലങ്കാരത്തിനായി മനുഷ്യർ ഇണക്കി വളർത്താറുണ്ട്. വർഷത്തിൽ 100ഓളം മുട്ടകളിടുന്ന ഇവയുടെ മുട്ട സാധാരണ കോഴിയെ മുട്ടയേക്കാൾ പോഷക സമ്പുഷ്ടവും ഔഷധ ഗുണങ്ങളുള്ളതുമാണ്. പ്രോട്ടീൻ, നാരുകളും മറ്റു പോഷകങ്ങളും കൊണ്ടും സമൃദ്ധമാണ്. കൊളസ്ട്രോൾ കുറഞ്ഞതുമായ ഇവയുടെ മാംസം. പറമ്പുകളിൽ ചുറ്റി നടന്ന് പുല്ലുകളും സസ്യങ്ങളും മറ്റും ധാരാളമായി ആഹാരമാക്കുന്ന ഇവ പ്രാണികളെയും ചെറുജീവികളെയും മറ്റും ഭക്ഷിക്കാറുണ്ട്. പാമ്പ്, അതുപോലുള്ള ഇഴജന്തുക്കൾ, മറ്റു ജീവികൾ എന്നിവയുടെ ശത്രു കൂടിയാണ് ടർക്കി കോഴി. പാമ്പുകളെയും മറ്റു ജീവികളെയും കണ്ടാൽ ഇവ ആക്രമിക്കുകയും ഇടത്തരം പാമ്പുകളെ വരെ ഭക്ഷിക്കുകയും ചെയ്യാറുണ്ട്. അതിനാൽ ഇവ വളരുന്ന പറമ്പുകളിൽ പൊതുവെ പാമ്പ് മുതലായ ഇഴജന്തുക്കളുടെയും മറ്റു ജീവികളുടെയും ശല്യം കുറവായിരിക്കുമെന്നും പറയപ്പെടുന്നു. പരിചയമില്ലാത്ത ആളുകളെയോ ജീവികളെയോ കണ്ടാൽ വളർത്തുനായ്ക്കളെ പോലെ ഇവ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുകയും കൊത്താൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. ടർക്കി ഇറച്ചിയിൽ കൊളസ്ട്രോൾ വളരെ കുറവാണ്. മാംസത്തിൻ്റെ അളവ് കൂടുതലും. കാൽസ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം, സിങ്ക്, ഇരുമ്പ് എന്നീ ധാതുക്കളാൽ സമൃദ്ധമാണ്. നല്ല വളർച്ചയെത്തിയ പൂവൻ ടർക്കിക്ക് 7 കിലോയോളം തൂക്കം വരും. നല്ല തീറ്റക്രമവും കൃത്യമായ പരിപാലനവും നൽകിയാൽ 7 മാസമാകുമ്പോൾ ഇവ മുട്ടയിടും. വർഷത്തിൽ 100 മുട്ടകൾ വരെ ലഭിക്കും. ഇതിൻ്റെ പരിചരണം എന്ന് പറയുമ്പോൾ തീറ്റച്ചെലവ് കുറയ്ക്കുന്നതിനായി പച്ചപ്പുല്ല് അരിഞ്ഞു നൽകാം. അതേസമയം ഇവയെ പറമ്പിലൊക്കെ തുറന്നു വിട്ടാൽ എല്ലാ സസ്യങ്ങളും കുത്തിത്തിന്ന് തീർത്തേക്കും. അതുകൊണ്ട് തുറസായ സ്ഥലത്താണെങ്കിലും ഫെൻസിങ്, വലയുമൊക്കെ ഇട്ട് കൊടുക്കണം. 50 ടർക്കികളെ ചെറിയ യൂണിറ്റിൽ വളർത്താൻ സാധിക്കും. കോഴിത്തീറ്റയ്ക്കും പച്ചപ്പുല്ലിനും പുറമെ മറ്റ് പച്ചക്കറി ഭക്ഷ്യാവശിഷ്ടങ്ങളും നൽകാം. ടർക്കിപ്പിടകൾ 7 മാസം മുതൽ മുട്ടയിട്ട് തുടങ്ങും. ഇറച്ചിക്കാണെങ്കിൽ 4 മുതൽ 5 മാസത്തിനുള്ളിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്കറിയാവുന്ന ടർക്കി കോഴികളെ കുറിച്ച്. അതെന്തെങ്കിലും തെറ്റുപോയിട്ടുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലിപ്പോൾ കൊത്തുകോഴികളുമുണ്ട്, ടർക്കി കോഴിയാണ് ഉള്ളത്. കൊത്തുകോഴി കുട്ടികളെ നമ്മൾ സെയിൽ ചെയ്യാറുണ്ട്. ഞാനൊരു സെയിലിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കോഴിക്കുഞ്ഞുങ്ങളെ വേണ്ടെന്നുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.